നവകേരള സർവേയിൽ സർക്കാരിന്റെയും സിപിഐഎമ്മിന്റെയും കള്ളങ്ങൾ മറനീക്കിയെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. സർവേയിൽ രാഷ്ട്രീയമുണ്ടെന്ന് പുറത്തുവന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖയിൽ പറയുന്നു. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തലെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. സർക്കാരിന്റെയും സിപിഎം പാർട്ടിയുടെയും കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ജനങ്ങളുടെ മുൻപിൽ മറനീക്കി വ്യക്തമാക്കപ്പെടുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ തന്നെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്, തുടർ ഭരണമാണ് അതിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഈ അസത്യ പ്രഖ്യാപനത്തിന് ഗവൺമെന്റ് ഉത്തരവാദിയാണ്, അതിന് മറുപടി പറയണം. റിനു ശ്രീധരാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്ന. റിനു, കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായ തിരിച്ചടി നമ്മുടെ മുൻപിലുണ്ട്. അതിനിടയിലാണ് ഈ ശബ്ദരേഖ പുറത്തു വരുന്നത്, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു? ഉന്മേഷ 20 കോടിയോളം രൂപ ചിലവ് വരുന്ന ഒരു പരിപാടിക്കാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. നവകേരള സർവേ, അതായത് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവേ. ഹൈക്കോടതി ഇത് റദ്ദു ചെയ്തൊരു നടപടികളിലേക്കും പോയി. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ശില്പശാല, അതായത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശില്പശാല ഒക്ടോബർ 22, 2025 തിരുവനന്തപുരത്ത് നടക്കുന്നു. ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുന്നത് തുടർ ഭരണത്തിന് വേണ്ടിയാണ് ഈ സർവേ എന്നുള്ളത്. ഈ സർവേ തീരുമാനം വരുന്ന സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചതാണ്. ഇത് ഒരു രാഷ്ട്രീയ ഇടപെടലാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ പോലും സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയതെങ്കിൽ പോലും ഈ 20 കോടിയോളം രൂപ ജനങ്ങളുടെ പണമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു സർവേ നടത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്തു. ഒപ്പം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ സർക്കാർ ഇത് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ കത്തിലൂടെ പാർട്ടി നേതാക്കളെ അറിയിക്കുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ കോടതിയിൽ ചർച്ച ചെയ്തു, തുടർന്ന് റദ്ദാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം ബലം വയ്ക്കുന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടായ ഒരു പരാമർശം എന്നുള്ളതാണ് തുടർ ഭരണത്തിന് വേണ്ടി തന്നെയാണ്. ഒപ്പം ഈ സർവേക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് അല്ലെങ്കിൽ വോളണ്ടിയർമാർ വീടുകളിലേക്ക് എത്തുമ്പോൾ എടുക്കേണ്ടുന്ന നിലപാട്, സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് 2 തവണ CPM കേരളം ഭരിച്ചു, LDF കേരളം ഭരിച്ചു, തുടർ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം വലിയ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിന് ബലം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന അദ്ദേഹത്തിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ശബ്ദരേഖ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷവും ആരോപിക്കുന്നത്. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.